ഹലോ ഓൾ, വെൽക്കം ടു ഹാൻഡ് ക്രാഫ്റ്റി. അപ്പോൾ ഞാൻ ഇന്ന് തമ്മിൽ കണ്ടിട്ടുണ്ട് ഇറ്റ്സ് എ ഹോം ടൂർ, പക്ഷേ ഇറ്റ്സ് നോട്ട് എൻ നോർമൽ ഹോം ടൂർ. എൻ്റെ വീട് ഇതാണ്. സോ ആക്ച്വലി നമ്മൾ കുറച്ച് നാളായിട്ട് ഉള്ളൂരടുത്താണ് സ്റ്റേ ചെയ്യണത്. പക്ഷേ അവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് മാറാം ലൊക്കേഷൻ. അപ്പം നമ്മളെ വീട് വന്നിട്ട് റെനോവേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 3 വർഷമാവും. അപ്പം ആ ഒരു കോലത്തിലൊക്കെയാണ് കിടക്കണം. ഇറ്റ്സ് നോട്ട് എ ബേസിക് ഹോം ടൂർ. ഇറ്റ്സ് ലൈക്ക് എനിക്കിവിടെ എൻ്റെ വീട്ടിൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ഹോം ടൂറാണ്. മെയിൻലി വീടിൻ്റെ ചുറ്റും കാണിക്കുന്നതാണ് എൻ്റെ ഹോം ടൂർ എന്ന് വേണം പറയാൻ. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ ഏറ്റവും ഫ്രണ്ടിലേക്ക് എൻട്രൻസ് എന്നുള്ളൊരു വീഡിയോ എടുക്കാം. ആൻഡ് കുറച്ച് ദിവസമായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട്. യാ, ദാറ്റ്സ് മൈ ഹോം. ആക്ച്വലി ഇവിടെ ഫുൾ എൻ്റെ വീടിൻ്റെ മെയിനായിട്ടുള്ള കോമ്പൗണ്ട് വോൾ എനിക്ക് കാണിക്കണമെന്നുണ്ട്. ഇതെൻ്റെ ചേച്ചിയുടെ ബിസിനസ്സാണ്. അവൾ കേക്ക്സ് ഉണ്ടാക്കും. ആൻഡ് ഇതെൻ്റെ അച്ഛൻ്റെ ലൈക്ക് ഹി ഹാവ് എ ഷോപ്പ് ഹിയർ. ഒറ്റയ്ക്ക് ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ നോക്കാം. ആൻഡ് അച്ഛൻ ഇവിടെ ഫുൾ ബോർഡ് വെച്ചിട്ടുള്ള ഏക വീട് നമ്മളുടെ ആയിരിക്കും. അച്ഛൻ്റെ ഷോപ്പാണത്. നമുക്ക് 2 ഗേറ്റുണ്ട്. അപ്പോൾ ഇത് എൻ്റെ അച്ഛൻ്റെ ഷോപ്പാണ്. അച്ഛൻ ആക്ച്വലി കുറച്ച് വെൽനെസ് പ്രോഡക്റ്റ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് അവിടെ ഇരിക്കുന്നതാണ് ഡാഡി. അച്ഛൻ്റെ ഫ്രണ്ടുമായിട്ട് ചില്ല് ചെയ്യുന്ന സമയമാണ്, ചായയൊക്കെ കുടിച്ചിട്ട്. ആക്ച്വലി ഇതായിരുന്നു നമ്മളുടെ ഫസ്റ്റ് വീട്. ഞാൻ കുഞ്ഞായിരുന്നപ്പം താമസിക്കുന്ന ഈ വീട്ടിലായിരുന്നു. ഇതെൻ്റെ അമ്മാമ്മയുടെ വീടാണ്. അമ്മാമ്മ ഇപ്പം ഇല്ല, പക്ഷെ ഇവിടെ ഇപ്പോൾ റെൻറ്റിന് കൊടുത്തേക്കുവാണ്. അപ്പം അതായിരുന്നു എൻ്റെ വീട്. അവിടെ നിന്ന് ഞാൻ കുഞ്ഞായിരുന്നപ്പം ലൈക്ക് നമുക്ക് ലിറ്ററലി 2 റൂമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഓർമ്മയിൽ. പിന്നെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തത് 4 റൂമാക്കി. പിന്നെ ഞാനൊരു 4-5 പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ വീട് വെച്ചത്. എൻ്റെ വീട് അത് നമ്മളിപ്പോൾ താമസിക്കുന്ന വീട് ഒരു 20 years പ്ലസ് ആവും ആ വീട് വെച്ചിട്ടെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ വീട് വെച്ച സമയത്ത് നമുക്ക് 1 നില ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. മുകളിലത്തെ സ്പേസ് എൻ്റെ കല്യാണത്തിന് സമയത്ത് നമ്മൾ റെനോവേഷൻ ചെയ്തപ്പോൾ ഉള്ളതാണ്. അപ്പോൾ ഞാൻ അപ്പുറത്തെ ഗേറ്റിൻ്റെ അവിടെ പോയി സംസാരിക്കാം. സോ ആ മുകളിലത്തെ മഡ് ബ്ലോക്സ് വന്നിട്ടുള്ളത് എൻ്റെ പരീക്ഷണമായിരുന്നു. എഗെയിൻ നമ്മൾ ഒരു ആർക്കിടെക്ചർ ഫേം സ്റ്റാർട്ട് ചെയ്തപ്പോഴായാലും എല്ലാം എൻ്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ എൻ്റെ എല്ലാ പരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മഡ് ബ്ലോക്ക് വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്തത് ഇവിടെയായിരുന്നു. വിച്ച് ഈസ് വെരി ഗുഡ്. ലൈക്ക് ഭയങ്കര തണുപ്പാണ്. ഞാൻ അകത്തും പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പുണ്ട്. മുകളിലാണെങ്കിൽ കൂടിയും നല്ല കൂളായിട്ടുള്ള സംഭവമാണ്, സ്പേസാണ്. അപ്പം ഇതാണ് എൻ്റെ വീടിൻ്റെ സൈഡ്. ഇവിടെ കൂടെ അല്ല എൻട്രൻസ്. മുന്നേ എൻ്റെ വീട്ടിൽ ഇതായിരുന്നു എൻട്രൻസ്. ഇവിടെ ഒരു സിറ്റ് ഔട്ടായിരുന്നു. ഇതൊരു ഡ്രോയിങ് റൂമായിരുന്നു. പക്ഷേ ഞാൻ കംപ്ലീറ്റ്ലി പ്ലാനൊക്കെ ചേഞ്ച് ചെയ്തു. ഇവിടെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തു. എന്നിട്ട് ആ സൈഡിലാക്കി എൻട്രൻസ് വന്നിട്ട്. അപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ ഇവിടെയൊക്കെ പരിസരമൊക്കെ ഒന്ന് കാണിച്ചിട്ട്. എനിക്കിത് ഞാൻ കുഞ്ഞിലെ തൊട്ട് കാണുന്ന മരമാണ്, മാവാണ് കേട്ടോ. എൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് വായിൽ വരുന്നില്ല, അതുകൊണ്ടത് പറയുന്നില്ല. പിന്നെ ഇത് ഞാൻ നട്ട കൊന്നയാണ്. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര എൻ്റെ ലൈക്ക് നമ്മളെ വീട്ടിലെ ഏറ്റവും എല്ലാവർക്കും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആര് എന്ത് മരം നടന്നോ അയാൾക്ക് ആ മരമായിട്ട് വേറൊരു കണക്ഷനാണ്. പിന്നെ ഇവൻ എൻ്റെ വീട്ടിലത്തെ പട്ടിയല്ല, പക്ഷേ ഇവൻ നമ്മളുടെ വീട്ടിലത്തെ ഒരു അംഗം കണക്കാണ്. ഇവൻ്റെ പേര് നമ്മൾ ഇട്ടേക്കുന്നത് ശംഖു എന്നാണ്. അവൻ അതിന് റെസ്പോണ്ട് ചെയ്യത്തില്ല. എഗെയിൻ ഐ വോണ്ട് ടു ഡു എ വീഡിയോ. എൻ്റെ വീട്ടിലെ പട്ടികളെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ദെൻ സംതിങ് ഹാപ്പൻഡ് ഇൻ ബിറ്റ്വീൻ. എന്തായാലും ഞാൻ അത് ചെയ്യും. ഞാൻ മുന്നേ എടുത്തിട്ടുള്ള ഷോർട്സൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ എന്തായാലും ഞാൻ ചെയ്യും. സോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ ഈ കൊന്ന മരത്തിനെ പറ്റിയിട്ടാണ്. എൻ്റെ വീട്ടിൽ പണ്ടൊരു കൊന്ന മരം ഉണ്ടായിരുന്നു, നമ്മൾ പഴയ വീടിനോട് ചേർന്നിട്ട്. അപ്പോൾ അത് ഈ കൊന്ന വന്നിട്ട് എന്താ പറയുക, കണിക്കൊന്ന വന്നിട്ട് അതിൻ്റെ വേര് ബിൽഡിങ്ങിൻ്റെ അടിയിലൂടെയൊക്കെ പോവും. അപ്പോൾ അത് കുറച്ച് പ്രോബ്ലം ആണെന്നൊക്കെ പറഞ്ഞിട്ട് അന്നത് വെട്ടി മാറ്റി. അപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മയിൽ എന്ന് വെച്ചാൽ വീടിൻ്റെ ഫുൾ ലൈക്ക് വണ്ടിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് മറ്റേ മഞ്ഞ നിറത്തിലായിരുന്നു വീടിൻ്റെ ഫുൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് വന്നപ്പോഴത്തേക്കും ഇത് വളർന്ന് വലുതായി. ഇത് വരുമ്പോഴത്തേക്കും അതുപോലെ നിൽക്കുന്നത്. സോ അങ്ങനെ ഞാൻ നട്ടതാണ്. അത് നട്ട് എനിക്കൊന്നും ഇപ്പോൾ ഒരു 5 വർഷമൊക്കെ ആവത്തുള്ളൂ. ഭയങ്കര വലിയ മരമായിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ
സ്പേസ് വേസ്റ്റായിട്ട് കിടപ്പുണ്ട്. വേസ്റ്റായിട്ടെന്ന് വെച്ചാൽ അച്ഛൻ ഇടയ്ക്ക് അച്ഛൻ ഇങ്ങനെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ചൊന്ന് കാട് കയറ്റാൻ വേണ്ടിയിട്ടും മാത്രമായിട്ട് ഇവിടെ കുറച്ച് സ്പേസ് നിൽപ്പുണ്ട്. ഇവിടെ പണ്ടൊരു ചെറി മരം ഉണ്ടായിരുന്നു, ചെറി പോയി. പിന്നെ ഇവിടെ കുറച്ചൊരു ഡാർക്കായിട്ടുള്ള സ്പേസ് ആയിരുന്നു പണ്ട്, പാമ്പൊക്കെ കയറുന്ന സ്ഥലമായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം ഇവിടെ ആകെ ഇപ്പം പണ്ടുള്ളതെന്ന് പറയാൻ ഈ ഒരു നീമിൻ്റെ, അതായത് ഇവിടെ ഒരു വേപ്പ് മരമാണുള്ളത്. ഇത് പണ്ടോട്ടേ ഉള്ളതാണ്. ഇതുണ്ട്, ഇനിയും മാവുണ്ട്, ഇതൊക്കെ പണ്ടോട്ടേ ഉള്ളതാണ്. പിന്നെ ഇതൊക്കെ എൻ്റെ അച്ഛൻ്റെ കൃഷിയാണ്. അച്ഛനൊരു ഓർഗാനിക് വെജിറ്റബിൾസിൻ്റെയും കൂടെ ആ ഷോപ്പിൽ തന്നെ അച്ഛൻ ഓർഗാനിക് വെജിറ്റബിൾസും സെയിൽ ചെയ്യുന്നുണ്ട്. അച്ഛൻ തന്നെ ഇവിടെ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ, തക്കാളി ഇതാ ഇവിടെ ഉണ്ട്. ഇതൊക്കെ വെണ്ടയ്ക്കയും വഴുതനങ്ങയൊക്കെയാണ്. എനിക്ക് വഴുതനങ്ങ ഇഷ്ടമാണ്. അച്ഛൻ അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അച്ഛൻ്റെ പപ്പായ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ട്. ആൻഡ് സം ഇത് ക്യാബേജ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ക്യാബേജ് അല്ല അച്ഛാ? ഇവൻ നമ്മളെ വീട്ടിലെ പുതിയൊരു അംഗമാണ്. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ കണ്ടതാണ് ഇവനെ. എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ്, പുതിയ ഇങ്ങനത്തെ ആൾക്കാരെല്ലാവരും വരുന്നുണ്ട്. യെസ്. അപ്പോൾ അത് വന്നിട്ട് എൻ്റെ ചേച്ചിയുടെ വീടാണ്. ഇത് ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് വരച്ചൊരു പ്ലാൻ വന്നിട്ട് ഇവളുടേതായിരുന്നു. ലൈക്ക് പുറത്തെത്തേക്ക് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന സമയത്ത് തന്നെ വരച്ചു കൊടുക്കുമല്ലോ, ആ സമയത്ത് വരച്ച പ്ലാനാണിത്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളുണ്ട്, എന്നാൽ കൂടി ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഹോം. സോ ഇതാണ് എൻ്റെ വീട്. അപ്പം എൻ്റെ വീട് മുന്നേ സത്യം പറഞ്ഞാൽ ആ പോർഷൻ ഒരു ലിവിങ് സ്പേസും ഇവിടെ ഡ്രോയിങ് റൂമും അവിടെ വന്നിട്ട് കിച്ചണൊക്കെ ആയിരുന്നു. ഞാനിപ്പോൾ അത് മാറ്റി കംപ്ലീറ്റ് ആയിട്ട് എൻട്രൻസ് ഇങ്ങോട്ട് ഫേസ് ചെയ്യുന്ന രീതി, ലൈക്ക് രണ്ട് വീടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റാണ് ഫേസ് ചെയ്യുന്നത്. ഇവിടുത്തെ ഏറ്റവും ഓൾഡസ്റ്റ് പട്ടിയാണ് ദോ നിൽക്കുന്നവൻ, ഫ്യൂച്ചർ. ഈസ് വെരി ഓൾഡ്. എനിക്ക് ഏജ് ഇവിടെ ഒരു കൺഫ്യൂഷൻ എല്ലാവരും പറയുന്നതുകൊണ്ട് ഏജ് ഞാൻ പറയുന്നില്ല. ആൻഡ് ഇപ്പോഴത്തെ യങ്ങസ്റ്റാണ് ദോ അവൻ. അവൻ്റെ പേര് ലിയോ എന്നാണ്. അവൻ്റെ മുഖം കണ്ട്, അവൻ്റെ മുഖം ഉണ്ടല്ലോ വീഡിയോ കാണുമ്പോൾ ഭയങ്കര വൃത്തികേടായിട്ടിരിക്കണടാ. വീട്ടിലെ അടുത്ത പ്രധാന കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും വീട്ടിൻ്റെ എൻട്രൻസിൽ എൻ്റെ ചേച്ചി കുറേ പടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അത് കാണിക്കാൻ കൊള്ളാത്തതുകൊണ്ട് കാണിക്കുന്നില്ല. ഷോ സംതിങ്. എനിക്ക് കുളം ഉണ്ടാക്കാൻ, ഇങ്ങനത്തെ കുളങ്ങൾ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. താമര കുളങ്ങൾ, ഇതിൽ താമര ഉണ്ട്. ലൈക്ക് താമര ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു വൈറ്റ് താമരയായിരുന്നു, പക്ഷെ അത് ചെറുതാണ് കേട്ടോ. പിന്നെ ഇവിടെ ആക്ച്വലി ഞാനൊരു ലോണൊക്കെയാണ് ക്രിയേറ്റ് ചെയ്തത്. അമ്മ ഇവിടെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. കഴിഞ്ഞ തവണ കുറച്ചുകൂടെ മെസ്സി ആയിട്ട് കുറേ ചെടിച്ചട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എടുത്ത് മാറ്റി ഇവിടെ ഇപ്പോൾ ഇനി അമ്മ ഇതൊരു മീൻസ് താമര കുളമാക്കാൻ വേണ്ടിയിട്ട് അമ്മ എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇതൊക്കെ അമ്മ ഓരോന്ന് വെച്ച് നട്ട് വെച്ചേക്കുന്നതാണ്. എല്ലാത്തിലും പല ടൈപ്പ് താമരകളാണുള്ളത്. പൂക്കുമ്പോൾ അറിയാൻ പറ്റും. ഈവൻ ചേച്ചിയുടെ വീട്ടിലും കുറേ കലാസൃഷ്ടികളുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ ഫുൾ മെസ്സിയാണ്. ബട്ട് സ്റ്റിൽ ലൈക്ക് ഐ വോണ്ടഡ് ടു ടേക്ക് എ വീഡിയോ എന്ന് എനിക്ക് തോന്നിയുണ്ട്. എനിക്കിപ്പോൾ കുറച്ച് എനർജി, 2 ദിവസം പനിയായിട്ട് കിടന്നിട്ട് ഇന്നിപ്പോൾ കുറച്ച് എനർജി വന്നപ്പോഴത്തേക്ക് എനിക്ക് ഫീൽ ചെയ്തതാണ്. ഇതോ ബെല്ല കിടക്കണം. ബെല്ല ബെല്ലാപ്പി വരുന്നുണ്ട്. ബെല്ലാപ്പി ഈസ് ലൈക്ക് ചേച്ചിയുടെ ആണ് അവൾ. ആൻഡ് there comes my sister. സോ ഇപ്പം എൻ്റെ വീട്ടിൽ ബാക്കിലോട്ട് നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ട്. അവിടെ മൊത്തം എന്താ പറയുക റബ്ബറായിരുന്നു മുന്നേ. അപ്പോൾ കഴിഞ്ഞൊരു മാസമായിട്ട് റബ്ബറെല്ലാം എടുത്ത് കളയാൻ അച്ഛൻ സാങ്ഷൻ തന്നുകൊണ്ട് അങ്ങനെ റബ്ബറെല്ലാം ഫുൾ പോയിട്ടുണ്ട്. അപ്പോൾ റബ്ബർ പോയതിന് ശേഷം നമ്മളിവിടെ അച്ഛൻ തന്നെ, നമ്മളല്ല, ഐ മീൻ എൻ്റെ അച്ഛനും അമ്മയും കൂടെ തന്നെ കുറച്ച് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. അച്ഛനാണ് മെയിനായിട്ട്. അമ്മ കുറേ കോഴീനെയൊക്കെ വളർത്തുന്നുണ്ട്, അമ്മയും അച്ഛനും കൂടെ. അപ്പോൾ അതിൻ്റെയൊക്കെ അമ്മ ആക്ച്വലി മുന്നേ കൂൺ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. ലൈക്ക് കുറച്ച് വലിയ രീതിക്ക് തന്നെ ലാർജ് സ്കെയിൽ തന്നെ അമ്മ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്ന ആൾ പിന്നെ അത് ഡ്രോപ്പ് ചെയ്തു, എന്തോ പറ്റിയിട്ട് അവർ ഡ്രോപ്പാക്കി. പിന്നെ അതുപോലെ തന്നെ ഈ കമ്പോസ്റ്റിൻ്റെ സംഭവം ചെയ്യുന്നുണ്ടായിരുന്നു, അതും ഡ്രോപ്പാക്കി. അപ്പോൾ അതിൻ്റെ ബിൽഡിങ്സ്, ഐ മീൻ അതിൻ്റെ സ്ട്രക്ചർ ഇപ്പോഴും ഉണ്ട്. ആക്ച്വലി ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ വന്നിട്ട്. അപ്പോൾ അവിടെയാണ് ഇപ്പം കോഴീനെയൊക്കെ വളർത്തുന്നത്. ആൻഡ് ഇതാണ് നമ്മളുടെ പ്രോപ്പർട്ടി. ഇപ്പോൾ വന്നിട്ട് ഫുൾ റബ്ബറിൻ്റെ വേരൊക്കെ ഇവിടെ കിടപ്പുണ്ട്, ഇനിയും ഇളക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിൽ കോമ്പൗണ്ട് വാളിൻ്റെ ഫൗണ്ടേഷൻ ഇപ്പോൾ വന്നിട്ട് കെട്ടി, മുന്നേ ഇല്ലായിരുന്നു.
അച്ഛനിപ്പം ഇവിടെയൊക്കെ വന്നിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പണ്ടൊക്കെ ഞാനും എൻ്റെ സിസ്റ്ററും നമ്മൾ കുഞ്ഞായിരുന്നപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ വന്നിരുന്ന് കളിക്കുമായിരുന്നു. അപ്പോൾ എനിക്കിത് ഭയങ്കര മെമ്മറി, ലൈക്ക് നമുക്ക് ഭയങ്കര ഒരു ഫീലാണ് ഇവിടെ വന്ന് താഴോട്ട് ഇറങ്ങി വന്ന് കളിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം ഇവിടേക്ക് ഇപ്പം അച്ഛൻ ചെടി വെജിറ്റബിൾ കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ്റെ കുഞ്ഞ് ഗാർഡനാണ് കാണുന്നത്. ചീര, എൻ്റെ അത് ആക്ച്വലി താറാവും ഉണ്ട്, കോഴിയുണ്ട്, താറാവും ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോഴാണ് കണ്ടത്, എൻ്റെ വീട്ടിലിപ്പോൾ കുറേ പപ്പായ ഉണ്ട്, കുറേ പപ്പായ കുഞ്ഞു മരങ്ങളും ഉണ്ട്. ഹായ് പാവയ്ക്ക, എനിക്ക് പാവയ്ക്ക ഇഷ്ടമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എല്ലാവരും കാണിക്കണം എന്നുള്ളത് മാത്രമല്ല, ഈ വീഡിയോ എനിക്കും കാണണമല്ലോ. ഞാൻ ഇങ്ങനെ ആലോചിക്കും, പണ്ടത്തെ എൻ്റെ വീടിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ബീൻ ഹാപ്പി. നമ്മൾ ഫോണിൽ എത്രയെന്നും പറഞ്ഞ് സ്റ്റോറേജ് വെക്കാൻ പറ്റും. പക്ഷെ ഇതുപോലെ പോസ്റ്റ് ചെയ്തിരുന്ന എനിക്ക് തന്നെ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ വഴികളിലൂടെയൊക്കെ വന്നിട്ട് കുറേ നാളായി. ഇവിടെ പണ്ട് ആടിനെയൊക്കെ കിട്ടിയിരുന്ന സ്പേസാണ്. നമുക്ക് ആടും ഉണ്ടായിരുന്നു, ആട്, പോത്ത്, എരുമ, ഇങ്ങനെ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പം ഇല്ല. ഇതായിരുന്നു അമ്മയുടെ കമ്പോസ്റ്റ് പുര. ഇപ്പോൾ അത് വന്നിട്ട് വേസ്റ്റ് ഡംപ് ചെയ്യാനുള്ള സ്പേസാണ്. ഇവിടെ കുറേ അധികം വേസ്റ്റുകളുണ്ട്. പിന്നെ കൂട്ടിക്കിടക്കുന്ന 2 പേര്, അതാണ് നമ്മളുടെ ശക്തി ആൻഡ് ഒലിവ്. നിൽക്കുന്ന നോക്ക്, ശക്തി. അവർ 2 പേരും എപ്പോഴും കൂട്ടില്ല. ഒലിവ് നമ്മളിപ്പോൾ ആക്ച്വലി പോകുന്നത് ബ്രൗണീനെ അടക്കിയിരുന്ന സ്ഥലത്തോട്ടാണ്. ഇവിടെ ഈ ഒരു മരമൊക്കെ, നീ ഇത് കണ്ട മരം പൊട്ടി വീണേക്കുന്നത്? ഡേഞ്ചറസ് ആണ്. ഓ, ആർച്ച് പോലെ, പക്ഷെ അത് ഇച്ചിരി ഡേഞ്ചറസ് അല്ലേ? എപ്പോൾ വേണേൽ തലയിൽ കൂടെ വീഴാം അല്ലേ? ഇവിടെയാണ് ബ്രൗണി ഉറങ്ങണം. ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ഇടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്നാലും, പക്ഷെ എനിക്ക് എടുക്കാൻ തോന്നി, ഞാൻ എടുത്തു. ലൈക്ക് നമ്മൾ ആക്ച്വലി നമ്മളെ വീട്ടിൽ നിൽക്കാതാകുമ്പോഴാണ് നമ്മളെ വീട്ടിലത്തെ ഓരോ കാര്യങ്ങളും എന്തുമാത്രം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് മനസ്സിലാവുന്നത് ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴത്തേക്കും. ഇപ്പോൾ നമ്മൾ വേറെ സ്പേസിലാണ് നിൽക്കുന്നത്. എൻ്റെ വീടിനുള്ളിൽ എനിക്ക് കാണിക്കണമെന്നുണ്ട്, പക്ഷെ ഭയങ്കര മോശമായിട്ടാണ് കിടക്കുന്നത്. ലെറ്റ് മീ സീ. ആക്ച്വലി എൻ്റെ വീട് വെച്ച സമയത്ത് അച്ഛനമ്മ 2 റൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മളുടെ 3 പേരുടെ റൂമായിരുന്നു ഇത്. പിന്നീടാണ് ഇപ്പം മൊത്തത്തിൽ മാറിയത്. അപ്പോൾ ഇതാണ് എൻ്റെ ഇതൊരു ഹോം ടൂറാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊരു പുരയിടം ടൂറായിട്ട് നമുക്ക് എടുക്കാം അല്ലേ? ഞാനൊരു പുരയിടം ടൂറാണ് എടുത്തത് ഗൈസ്. ഓക്കെ, സോ വീടിൻ്റെ മുകളിൽ എന്തോ ഞാനൊരു യൂട്യൂബ് വീഡിയോ എടുക്കണം. നിന്നെ കിട്ടി. ഞാനൊരു ഹോം ടൂറാണ് എടുത്തത്, പുരയിടം ബ്ലോഗ്. പുരയിടം ടൂർ എടുത്ത് ഇങ്ങനെ ചുറ്റിനുള്ളത്. നമുക്കും വല്ലപ്പോഴും ഒക്കെ കാണാൻ പറ്റുന്നില്ലല്ലേ? ആണെങ്കിൽ നമുക്ക് ഏകദേശം ഇവിടെ ആയിട്ട് ഒരു വലിയൊരു പുളിമരം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫോട്ടോ പോലും ഇല്ല. ആ പുളിമരത്തിന് ചുറ്റിനും മീൻസ് ഭയങ്കര നല്ല വീതി ഉണ്ടായിരുന്നടാ. നമുക്ക് അതിനെന്താന്ന് വെച്ചാൽ
കാണുന്നവർ അതിനൊന്നും ചോദിച്ചോട്ടെ. ഐ എം നോട്ട് ആസ്കിങ് എവറി വൺ ടു സീ ദിസ്, യു നോ. ഹൂ കെയർസ്, ലൈക്ക് ദിസ് ഇസ് ഫോർ മൈ ഓൺ പീസ്. ഒരു വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്പേസ് ആണ് ഈ ഒരു ഗ്ലാസ് ഇട്ട ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ സീറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഈ സ്പേസ് ഞാൻ ഡിസൈൻ ചെയ്ത് തന്നെ അവിടെ അകത്ത് യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. മുന്നത്തെ കിച്ചൺ ആയിരുന്നു, അതിനെ മാറ്റിയതാണ്. അപ്പം യൂട്ടിലിറ്റി സ്പേസ് പോലെയും പൂജയും ഒക്കെ അവിടെയാണ് വരുന്നത്. ഈവൻ വർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര നല്ലതാണ്. നന്നായിട്ട് ഈ ഗ്ലാസ്സൊക്കെ തുറന്നിട്ടൊക്കെ ഇരിക്കാൻ പറ്റും. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു മാതളം അല്ലല്ലോ, ഇത് തന്നെ മാതളം നിൽപ്പുണ്ട്. ഒരു കണിക്കൊന്നൊക്കെ, പുതിയൊരു കണിക്കൊന്ന അച്ഛനും ചേച്ചിയും കൂടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കലാത്തിയൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. ഇത് മൊത്തത്തിൽ സത്യം പറഞ്ഞാൽ ചെടികളെ പറ്റിയിട്ടുള്ളൊരു ഹോം ടൂറായിട്ടേ കാണാവുള്ളൂ. ആരും ഇതൊരു പ്രോപ്പർ ഹോം ടൂറാണെന്ന് വിചാരിക്കരുത്. ഐ വിഷ് ടു ഷോ മൈ ഇൻറ്റീരിയർ, ലൈക്ക് ഹോം ഇൻറ്റീരിയർ, ബട്ട് ഐ കാൺട്ട്. അങ്ങനെ എൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യുവാണ്. ഐ നോ ദിസ് ഈസ് എ ബിറ്റ് റാൻഡം, ബട്ട് എനിക്ക് എടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, എടുത്തു. ആൻഡ് ഇഫ് യു ഓൾ വോണ്ട് ടു സീ ലൈക്ക് ഇൻറ്റീരിയർ ഓഫ് മൈ ഹോം, ഡെഫിനറ്റ്ലി ഞാനത് ലൈക്ക് കമൻറ്റിൽ അതിനെ പറ്റി പറഞ്ഞാൽ ഞാൻ ഇൻറ്റീരിയറിൻ്റെ വീഡിയോ എടുക്കാം. ഞാൻ ഐ വിൽ ഷെയർ ഇറ്റ്. ഇതിപ്പോൾ എൻ്റെ റൂമിൻ്റെ ലൈക്ക് കംപ്ലീറ്റ്ലി റോ ആയിട്ടാണ് റൂം ചെയ്തേക്കുന്നത്. പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ സീലിങ്ങും പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല. ഐ വോണ്ടഡ് ഇറ്റ് റോ. അപ്പം അങ്ങനെയൊക്കെയാണ് ചെയ്തേക്കുന്നത്. അപ്പം thank you for watching Handcrafty, and definitely please do comment if you want a part 2 for this home tour. Bye.